എന്നുള്ളൊരു ചർച്ച അന്ന് തന്നെ ഉണ്ടായിരുന്നു. നിരവധി സന്ദർഭങ്ങളിൽ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനുള്ള നിരവധി നിർദ്ദേശങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അക്കൂട്ടത്തിലൊന്നാണ് ബൈപ്പാസ് റോഡാണ് ഇതിന് പരിഹാരം എന്നുള്ള ഒരു നിർദ്ദേശം ഉയർന്നു വന്നത്. നമ്മുടെ ചിന്തയിൽ അന്ന് ഇതിന് പാരലായ ഒരു ബൈപ്പാസ് വേണം എന്നതാണ് നമ്മൾ കണ്ടിരുന്നത്. അതോടൊപ്പം തന്നെ പാരലായി പോകുന്ന ഒരു റോഡെന്ന നിലയിൽ പിരപ്പംകുട്ട് നിന്ന് ആരംഭിച്ച് അമ്പലമുക്കിൽ വരുന്ന ആ റോഡിൻ്റെ നവീകരണവും അന്ന് മനസ്സിലുയർന്നു വന്ന ഒരു കാര്യമാണ്. ഇത് മേൽപ്പാല നിർമ്മാണമൊക്കെ ആലോചനയിൽ വരുന്നതിന് മുമ്പ് തന്നെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിന് 2 നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് കൊണ്ടുവന്നത്. ഒന്ന് വെഞ്ഞാറമൂടിലൊരു ബൈപ്പാസ്, മറ്റൊന്ന് ഈ ഔട്ടർ റിംഗ് റോഡും ഇന്നർ റിംഗ് റോഡും 2 റിംഗ് റോഡുകൾ പൂർത്തിയാക്കുക എന്നുള്ളതാണ്. ഇത് രണ്ടും 2017 ബഡ്ജറ്റിൽ വകകൊള്ളിക്കാൻ നമുക്ക് കഴിഞ്ഞു. അന്ന് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കിഫ്ബി ശക്തിപ്പെടുത്തി അതിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് നവീകരണ പ്രവർത്തനങ്ങൾ, പശ്ചാത്തല സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ തീരുമാനമെടുത്ത സന്ദർഭമാണ്. എൻ്റെ മണ്ഡലത്തിൽ നിന്ന് 2-3 പ്രപ്പോസലുകൾ കൊടുത്തതിൽ ഒന്ന് കാരേറ്റ് പാലോട് റോഡ്, മറ്റൊന്ന് ഈ പറയുന്ന റിംഗ് റോഡ്സ്, മൂന്നാമത്തേത് ഈ ബൈപ്പാസ് എന്ന നിലയിലാണ്. അതിൽ ഈ റിംഗ് റോഡിൻ്റെയും കാരേറ്റ് പാലോട് റോഡിൻ്റെയും അംഗീകാരം കിട്ടുകയും അത് എസ്റ്റിമേറ്റെല്ലാം തയ്യാറാക്കി ടെൻഡർ നടപടികളിലേക്ക് പോവുകയും ചെയ്തു ആ സന്ദർഭത്തിൽ തന്നെ. പക്ഷേ ബൈപ്പാസിനെ സംബന്ധിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ നിർദ്ദേശിക്കപ്പെട്ട സ്ഥലം പിരപ്പംകോട്ട് നിന്ന് ആരംഭിച്ച് വയലുകൾ മുഖാന്തരം കഴിഞ്ഞ് മാർക്കറ്റ് റോഡിൽ കയറുന്ന ഒരു ഭാഗമാണ്. അതിലൂടെ ബ്ലോക്ക് ഓഫീസിൻ്റെ അവിടെ വരെ എത്തുക എന്നുള്ളതാണ് നമ്മൾ അന്ന് കണ്ടത്. പക്ഷെ അതിൻ്റെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ വലിയ തോതിൽ ലാൻഡ് അക്വിസിഷൻ വേണം. അതുമാത്രമല്ല, അക്വയർ ചെയ്യേണ്ട സ്ഥലം എന്ന് പറയുന്നത് വെറ്റ്ലാൻഡാണ്, നിലം ആണ്. അപ്പം അന്നത്തെ സന്ദർഭത്തിൽ അത് പ്രായോഗികമായി നടത്താൻ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഈ ലാൻഡ് കൺവേർഷൻ നിയമം തന്നെ പിന്നീടാണ് വന്നത്. മാത്രമല്ല വലിയ എമൗണ്ടും വേണ്ടി വരും. അപ്പോൾ ഈ 25 കോടിയാണ് അതിനു വേണ്ടി മാറ്റി വെച്ചത്. അതിൽ അകത്ത് നിന്നുകൊണ്ട് അത് ചെയ്യാൻ കഴിയില്ല എന്നൊരവസ്ഥ വന്നു. ആ ആലോചനയുടെ അടിസ്ഥാനത്തിലാണ് വീണ്ടും അന്ന് KRFB, കിഫ്ബി, നാറ്റ്പാക്ക്, ഇപ്പോൾ ട്രാഫിക്കിനെ സംബന്ധിച്ചിടത്തോളം പഠനം നടത്തുന്ന നാറ്റ്പാക്ക് തുടങ്ങിയിട്ടുള്ള ഏജൻസികളുടെ ആലോചനയുടെ ഭാഗമായി ഒരു വിദഗ്ധ അഭിപ്രായങ്ങൾ സ്വരൂപിച്ചുകൊണ്ട് മേൽപ്പാലം എന്ന ഒരു കോൺസെപ്റ്റിലേക്ക് മാറിയത്. ഇപ്പോൾ വെഞ്ഞാറമൂടിൻ്റെ ജംഗ്ഷൻ്റെ ടെറൈനെല്ലാം വന്ന് പരിശോധന നടത്തി മേൽപ്പാലം ഫീസിബിളാണ് എന്ന് റിപ്പോർട്ട് തയ്യാറാക്കിയതിന് ശേഷമാണ് അങ്ങനെ ഒരു പ്രപ്പോസലിലേക്ക് മാറിയത്. അങ്ങനെ 2017 ബൈപ്പാസ് എന്നത് 2019 ആയപ്പോൾ അത് മേൽപ്പാലം എന്ന നിലയിലേക്ക് മാറ്റി തീരുമാനിക്കാൻ നിയമസഭ തന്നെ ബഡ്ജറ്റ് പ്രസംഗത്തിലൂടെ അനുമതി നൽകി. തുടർന്നാണ് മേൽപ്പാലത്തിൻ്റെ ഡിസൈൻ തയ്യാറാക്കി മുന്നോട്ട് പോയത്. നിരവധി ആളുകളാണ് ഇക്കാര്യത്തിൽ സഹായിച്ചിട്ടുള്ളത്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഏജൻസികളുണ്ട്, അന്നത്തെ PWD വകുപ്പുണ്ട്. നിങ്ങളെല്ലാം ശ്രദ്ധിച്ച് കാണും, അന്ന് നമ്മുടെ എന്നോടൊപ്പം തന്നെ നിയമസഭയിൽ അംഗവും ഇപ്പോൾ മന്ത്രിയുമായിരുന്ന KB ഗണേഷ് കുമാർ അക്കാലത്ത് ഈ വെഞ്ഞാറിൻ്റെ ഗതാഗതക്കുരുക്ക് നേരിട്ട് അനുഭവപ്പെട്ടത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വൈദഗ്ധ്യവും ഉപദേശങ്ങളുമെല്ലാം തന്ന് എന്നെ സഹായിക്കാൻ വന്നിട്ടുണ്ട്. അങ്ങനെ നല്ല പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് PWD അത് അംഗീകരിക്കുകയും, അന്ന് മിനിസ്റ്റർ G. സുധാകരനായിരുന്നു, അന്ന് ഡിപ്പാർട്ട്മെൻ്റ് അത് അംഗീകരിക്കുകയും ടെൻഡർ നടപടികളിലേക്ക് പോകുന്നതിനുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്തു. ആദ്യമായി അതിൻ്റെ ടെൻഡർ നടന്നത് 4/1/2020 ഏകദേശം ആ മന്ത്രിസഭയുടെ അവസാന ഘട്ടത്തിലാണ്. പക്ഷെ അന്ന് സിംഗിൾ ടെൻഡറിലാണ്. അതുകൊണ്ട് തന്നെ റീടെൻഡർ ചെയ്യേണ്ടി വന്നു. റീടെൻഡർ ചെയ്തപ്പോൾ അത് 26/5/2020 ആണ് റീടെൻഡർ ചെയ്തത്. 21% അധിക തുകയിലാണ് കോട്ട് ചെയ്തത് PSC. അത് പക്ഷേ 2018 DSR അനുസരിച്ചാണ് എസ്റ്റിമേറ്റ് എല്ലാം തയ്യാറാക്കിയത്. 2 ബിഡർമാരാണ് പങ്കെടുത്തത്. അതിൽ ലോവസ്റ്റ് എന്ന് പറയുന്നത് 39% എബോവാണ്. ലോവസ്റ്റ് ടെൻഡർ പോലും 39% എബോവായിരുന്നു. അത് അത്രയും വലിയ തുക അധികരിച്ചുകൊണ്ട് അത് അംഗീകാരം കിട്ടാത്തത് കൊണ്ട് തന്നെ വീണ്ടും ഒന്നുകൂടി അത് ടെൻഡർ ചെയ്യേണ്ടി വന്നത്. 30/4/2022 വീണ്ടും ടെൻഡർ ചെയ്തത്. അന്ന് 2 ബിഡർമാർ പങ്കെടുത്തു. അതിൽ ലോവസ്റ്റ് ബിഡർ എന്ന് പറയുന്നത് ഒരു റേ കൺസ്ട്രക്ഷനായിരുന്നു. അവർ 36.87% എബോവിലാണ് കോട്ട് ചെയ്തത്.
അവരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് അത് 34.15% മാറ്റി. ഇത് സംബന്ധിച്ച് നിരവധി തവണ നിയമസഭയിലും മറ്റുമല്ല സബ്മിഷൻ നടത്തുകയും നിരവധി ഔദ്യോഗിക യോഗങ്ങളെല്ലാം കൂടുകയും ഇതിനെ ത്വരിതപ്പെടുത്താൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളെല്ലാം നടത്തിയിട്ടുമുണ്ട്. ഈ ഗവൺമെൻറ് മാറി രണ്ടാം പിണറായി ഗവൺമെൻറ് വന്നു. PWD ചുമതല ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസ് ഏറ്റെടുത്തു. തുടർന്ന് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഇത് വന്നു. അദ്ദേഹം ഇക്കാര്യത്തിൽ വലിയ താല്പര്യമാണ് കാണിച്ചിട്ടുള്ളതെന്ന് ഈ സന്ദർഭത്തിൽ എടുത്തു പറയുകയാണ്. എന്നാൽ ഈ റീകൺസ്ട്രക്ഷൻ ഇപ്പോൾ ടെൻഡർ നടപടികൾ നെഗോഷിയേറ്റ് ചെയ്ത് 24 എത്രയാക്കിയത് 34.15 കുറച്ചുകൊണ്ട് വന്നു. എങ്കിലും അത് 10% മുകളിലായതുകൊണ്ട് ക്യാബിനറ്റ് അംഗീകാരം വേണം. അങ്ങനെ ക്യാബിനറ്റ് അംഗീകാരത്തിന് വേണ്ടി സമർപ്പിച്ചു. ക്യാബിനറ്റ് അംഗീകാരം നൽകി. അതിനുള്ള ഒരു സമയം എടുത്തിട്ടുണ്ടല്ലോ. പക്ഷേ ഇതിനിടയിൽ ഈ റീകൺസ്ട്രക്ഷന് ഈ പണി തുടർന്നു കൊണ്ട് പോകാൻ കഴിയാത്ത ഒരവസ്ഥ വന്നു. ബഹുമാനപ്പെട്ട PWD മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ സാന്നിധ്യത്തിൽ കൂടിയ യോഗത്തിൽ വെച്ച് ആ കരാർ നിന്ന് അവർ പിന്മാറുകയാണ് എന്ന് ലെറ്റർ കൊടുത്തു. അവരുടെ സാമ്പത്തിക സ്ഥിതി എല്ലാം മോശമാണ്. അവർക്ക് എറണാകുളം ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഈ ഇവിടെ തെക്കൻ കേരളത്തിൽ ഇപ്പോൾ പണി നടത്താൻ കഴിയുന്ന അവസ്ഥയില്ല എന്നറിയിക്കുകയും പരിശോധിച്ചപ്പോൾ അത് ശരിയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. പിന്നെ അവരെ സമ്മർദ്ദം ചെലുത്തി വഴിയിലിട്ട് പോകുന്നൊരവസ്ഥ വരുമെന്നുള്ളതുകൊണ്ട് അവരുടെ പിന്മാറ്റത്തെ അംഗീകരിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോഴേക്കും നമ്മുടെ പുതിയ DSR വന്നു. ഷെഡ്യൂൾഡ് റേറ്റ് മാറി. അതിനെ അടിസ്ഥാനപ്പെടുത്തി റിവൈസ്ഡ് എസ്റ്റിമേറ്റ് തയ്യാറാക്കി അത് അംഗീകാരം വാങ്ങി ടെൻഡർ ചെയ്തു. അപ്പോൾ ഇതെല്ലാം ഞാൻ ഒറ്റവാക്കിൽ പറഞ്ഞു പോകുന്നെങ്കിലും ഈ പ്രോസസ്സ്, ഈ നടപടിക്രമങ്ങൾക്ക് നല്ല പ്രയാസമുണ്ട്. എല്ലായിടത്തും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും അംഗീകരിക്കണം, അത് ഗവൺമെൻറ്റിലേക്ക് പോകണം. ഇത്രയും പ്രോസസ്സ് നടക്കുന്നതിനുള്ള കാലതാമസങ്ങളാണ് സ്വാഭാവികമായിട്ടും വന്നുകൊണ്ടിരുന്നത്. 2/3/2024 വീണ്ടും ഈ റീടെൻഡർ ചെയ്ത് ഗവൺമെൻറ് അംഗീകാരമെല്ലാം കിട്ടിയതിന് ശേഷം റീടെൻഡർ ചെയ്ത് ആ റീടെൻഡറിലാണ് 2 കരാറുകാർ പങ്കെടുത്തത്. അതിൽ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് ആ കരാർ കിട്ടിയത്. അവർ കരാർ ഉറപ്പിച്ചു. അപ്പോൾ ആ കരാർ ഈ പറയുന്നത് പോലെ തന്നെ എബോവ് ആയതുകൊണ്ട് ക്യാബിനറ്റ് അംഗീകാരം വേണ്ടി വന്നു. ക്യാബിനറ്റ് അംഗീകരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് കരാർ നൽകാനുള്ള തീരുമാനമായി സെലക്ഷൻ നോട്ടീസ് കൊടുത്തു. അവരുമായി കരാറിൽ ഏർപ്പെടുകയും അതിൻ്റെ പ്രവർത്തനോദ്ഘാടനം ബഹുമാനപ്പെട്ട PWD മിനിസ്റ്റർ തന്നെ വന്ന് വെഞ്ഞാറമൂട്ടിൽ നിർവഹിക്കുകയും ചെയ്തു. അതനുസരിച്ച് 27 കോടി രൂപ 27,62,590 രൂപയാണ് കരാർ തുക എന്ന് പറയുന്നത്. അതായത് PSCയുടെ എസ്റ്റിമേറ്റ് തുകയുടെ 33.45% എബോവ് ആണ് ആ ടെൻഡർ. അത് കിഫ്ബിയും സർക്കാരും അംഗീകരിച്ചതിന് അടിസ്ഥാനത്തിലാണ് അവരുമായിട്ട് കരാറിൽ ഏർപ്പെട്ടത്. 9/12/2024 കരാർ വച്ചു. ഈ വർക്കിൽ നമുക്ക് വെഞ്ഞാറമൂട്ടിലെ യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗ് വേണം. അതായത് ഇലക്ട്രിസിറ്റി മാറണം, വാട്ടർ അതോറിറ്റിയുടെ ലൈൻ മാറണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തുകയും കിഫ്ബിയുടെ അംഗീകാരത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. അംഗീകാരം കിട്ടുന്നതാണ്. അതിൽ ഇലക്ട്രിസിറ്റി ബോർഡിന് 1,96,00,000 വാട്ടർ അതോറിറ്റിയുടെ 67,06,000 രൂപയുമാണ് അതിൻ്റെ എസ്റ്റിമേറ്റ് തുക എന്ന് പറയുന്നത്. അത് സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ പൈലിംഗ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടി അത്യാവശ്യം തടസ്സങ്ങൾ മാറ്റാൻ ഇലക്ട്രിസിറ്റി ബോർഡ് 15 ലക്ഷം രൂപ ഡിപ്പോസിറ്റ് ചെയ്തു. അതിൻ്റെ തടസ്സങ്ങൾ കുറേയൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനിയും കുറച്ച് മാറ്റങ്ങളുണ്ട്. എങ്കിലും പ്രവൃത്തി തുടങ്ങാനുള്ള സ്ഥിതി എത്തിയിട്ടുണ്ട്. ഈ പ്രവൃത്തി നടക്കുന്ന ഘട്ടത്തിൽ തന്നെ യൂട്ടിലിറ്റി ഷിഫ്റ്റിങ്ങിന് ആവശ്യമായ തുകയും കിഫ്ബി അനുവദിച്ചുകൊണ്ട് അതും കൂട്ടത്തിൽ തന്നെ നടക്കും. ഇതുകൂടാതെ ഭാവിയിൽ നമുക്ക് സർവീസ് റോഡ് ഇപ്പോൾ 5.5 മീറ്ററാണ്. അത് നമുക്ക് വൈഡൻ ചെയ്ത് സർവീസ് റോഡ് സുഗമമാക്കുന്നതിന് വേണ്ടി കുറച്ച് ലാൻഡ് അക്വിസിഷൻ വേണ്ടി വരും. ആ ലാൻഡ് അക്വിസിഷനുള്ള പ്രപ്പോസലും ഇതിനോടൊപ്പം തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. അത് 2 ഘട്ടമായിട്ടാണ്. മുഴുവൻ ലാൻഡ് അക്വയർ ചെയ്യുന്നതിനൊരു തുകയും അത് കഴിഞ്ഞ് ഈ എൻട്രൻസ് ഇപ്പോൾ വരുന്ന എൻട്രി സ്ഥലം അത് ഒരു 15 കോടി ഉണ്ടെങ്കിൽ അത് നമുക്ക് ലാൻഡ് അക്വയർ ചെയ്ത് തന്നെ അത് പൂർത്തിയാക്കാൻ പറ്റും. അതിൻ്റെ 2 പ്രപ്പോസലും KRFB തയ്യാറാക്കി. ഇതിൻ്റെ ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി എന്ന് പറയുന്നത് കേരള റോഡ് ഫണ്ട് ബോർഡാണ്, KRFB ആണ്. ഫണ്ട് നൽകുന്നത് കിഫ്ബിയാണ്. അതും തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. പാലത്തിൻ്റെ നമ്മുടെ KRFBയുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരുണ്ട്, അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ പ്രതിനിധിയുണ്ട്. നിങ്ങൾക്ക് ഉള്ള സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് തന്നെ അതിന് വിശദീകരണം കിട്ടും. 11 സ്പാനുകളിലായിട്ടാണ്, 11 തൂണുകളാണ്, 337 മീറ്റർ നീളത്തിലാണ് പാലം.
10 മീറ്ററാണ് പാലത്തിൻ്റെ മുകൾ ഭാഗത്തിൻ്റെ വീതി. 800 മീറ്റർ നീളത്തിൽ 5.5 മീറ്റർ വീതിയിലുള്ള സർവീസ് റോഡ്, 3.5 മീറ്റർ ഉയരത്തിൽ റീറ്റെയിനിങ് വാൾ. അപ്രോച്ച് റോഡ് തിരുവനന്തപുരം സൈഡിൽ 56.7 മീറ്ററും കൊട്ടാരക്കര സൈഡിൽ 52 മീറ്ററും. സർവീസ് റോഡിൽ 5 സെൻറ്റിമീറ്റർ BM, 3 സെൻറ്റിമീറ്റർ BC. ഇങ്ങനെയാണ് സർവീസ് റോഡിൻ്റെ ലേയിങ്, ടാർ ലേയിങ്. ട്രാഫിക് സിഗ്നൽ, റോഡ് സുരക്ഷാ സംവിധാനങ്ങൾ, റോഡ് മാർക്കിംഗ്, സ്ട്രീറ്റ് ലൈറ്റ്. ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പാലത്തിൻ്റെ സൈഡിൽ തന്നെ 2 വശമായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും റോഡ് സൈഡുകളിൽ നമുക്ക് ഇലക്ട്രിക് പോസ്റ്റ് ഇട്ട് ഇത് കൊടുക്കേണ്ടി വരില്ല. അപ്പോൾ അത്രയും കൂടി നമുക്ക് നഗരത്തിൻ്റെ ഒരു ഭംഗിയും വരും. ഓവർഹെഡ് സൈൻ ബോർഡുകൾ എന്നിവയെല്ലാം ഈ മേൽപ്പാലം എസ്റ്റിമേറ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതാണ് പൊതുവിൽ നമുക്ക് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇതിൻ്റെ ഉദ്ഘാടനത്തിന് ശേഷം തന്നെ ഞങ്ങളിത് ആരംഭിക്കുന്നതിന് വേണ്ടി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും യോജിപ്പിച്ചു. അതിൽ ഒരു തടസ്സമായി വന്നത് നമ്മുടെ വെഞ്ഞാറമുണ്ട ഒരു പ്രത്യേകത, ഇലക്ട്രിസിറ്റി ലൈനെല്ലാം ഒരു സൈഡിലൂടെയാണ് വലിച്ചിട്ടുള്ളത്, എന്നിട്ട് ക്രോസ് ചെയ്താണ് അപ്പുറത്ത് കൊണ്ടുപോയി. പോസ്റ്റുകൾ തന്നെ കുറച്ച് റോഡിൻ്റെ ഭാഗത്താണ് കിടന്നത്. അപ്പോൾ അതെല്ലാം മാറ്റേണ്ടി വന്നു. അങ്ങനെ ആ യൂട്ടിലിറ്റി ഷിഫ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സമയമാണ് എടുത്തത്. ആ യൂട്ടിലിറ്റി ഷിഫ്റ്റിങ് പാല നിർമ്മാണത്തിന് തടസ്സമില്ലാത്ത രൂപത്തിൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. പൂർത്തിയാക്കിയെന്നല്ല, പാല നിർമ്മാണത്തിന് ഇപ്പോൾ തടസ്സമില്ല. അങ്ങനെ 2 സൈഡിലേക്കൊക്കെ അത് മാറ്റിയിട്ടിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞ് പൈലിങ്ങിന് പാകമായപ്പോഴാണ് ഓണം വന്നത്. അങ്ങനെ ഞങ്ങൾ ഒരു കൂട്ടായ തീരുമാനമെടുത്തു, ഓണക്കാലം കഴിഞ്ഞ് മതി ഈ പൈലിങ് ആരംഭിക്കില്ല എന്നുള്ളത്. അവർ ഞാനൊന്ന് അന്വേഷിച്ചപ്പോൾ പൈലിംഗ് മെഷീനെല്ലാം കോഴിക്കോട്ടായിരുന്നു. കോഴിക്കോട്ട് നിന്ന് ഇന്ന് കയറ്റി അയക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 10-ാം തീയതി കൂടെ കഴിഞ്ഞാൽ പൈലിംഗ് ആരംഭിക്കണമെന്നാണ് ഞങ്ങൾ പൊതുവിലെടുത്തിട്ടുള്ള തീരുമാനം. അങ്ങനെ വരുമ്പോൾ ട്രാഫിക്കിനെ സംബന്ധിച്ച ഡൈവേർഷൻ നമുക്ക് വേണ്ടി വരും. ഓണക്കാലത്ത് തന്നെ ഞങ്ങൾ കൂടി ആലോചിച്ച് ഒരു ഡൈവേർഷൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായും നമുക്ക് ട്രാഫിക് ഡൈവേർഷൻ വേണം. അതിൽ ഇപ്പോൾ കാണേണ്ടത് നമ്മളെ ഔട്ടർ റിംഗ് റോഡ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, അതും തോപ്പിൽ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് എടുത്തത്. തോപ്പിൽ കൺസ്ട്രക്ഷൻ കമ്പനി, പക്ഷേ തോപ്പിൽ കൺസ്ട്രക്ഷൻ 2-3 വിഭാഗമുണ്ട്, അതിൽ ഒരു വിഭാഗമാണ് എടുത്തത്. അവർ ഔട്ടർ റിംഗ് റോഡ്, ഇന്നർ റിംഗ് റോഡ്. ഔട്ടർ റിംഗ് റോഡ് എന്ന് പറയുന്നത് പെരപ്പംകുണ്ട് നിന്ന് ആരംഭിച്ച് അമ്പലമുക്ക് വരെ വരുന്നതും, ഇന്നർ റിംഗ് റോഡ് എന്ന് പറയുന്നത് മാർക്കറ്റ് ജംഗ്ഷൻ ആരംഭിച്ച് കാവറ വഴി ഇതിൻ്റെ തൊട്ടടുത്ത് പെട്രോൾ പമ്പിൻ്റെ അവിടെ വന്ന് ചേരുന്നത്, ഇപ്പോൾ മുക്കുന്നൂർ വന്ന് ചേരുന്നത്. ഇതാണ് 2 റോഡുകൾ. അതിൽ ആ കമ്പനി കാരേറ്റ് പാലോട് റോഡ് എടുത്തതും അവരാണ്. അതിൽ എല്ലാം വീഴ്ച വരുത്തുക എന്ന് മാത്രമല്ല, സമയബന്ധിതമായി പൂർത്തിയാക്കാൻ തയ്യാറായില്ല. പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളും പലതരത്തിലുള്ള ആലോചനകളും നടത്തിയിട്ടും അവർക്ക് അത് കഴിയാതെ വരികയാണ്. ഔട്ടർ റിംഗ് റോഡിൻ്റെ അവർ BM and BC പൂർത്തിയാക്കി, പക്ഷേ മറ്റു വർക്കുകൾ പൂർത്തിയാക്കിയില്ല. അതുകൊണ്ട് തന്നെ അവർ ഈ കരാറുകളിൽ നിന്നെല്ലാം ടെർമിനേറ്റ് ചെയ്തു, അവരുടെ റിസ്ക് ആൻഡ് കോസ്റ്റിൽ തന്നെ ടെർമിനേറ്റ് ചെയ്തു. തുടർന്ന് ആ റോഡുകളും നവീകരിക്കുന്നതിന് വേണ്ടി റീ എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയും അത് ടെൻഡർ ഇടുകയും ചെയ്തു. ഇപ്പോൾ ഇന്നർ റിംഗ് റോഡാണ് അതിൻ്റെ ഭാഗമുള്ളത്. ഇന്നർ റിംഗ് റോഡ് ഈ ഊരാളുങ്കൽ കമ്പനി തന്നെ അതും ടെൻഡർ എടുത്തിട്ടുണ്ട്, കരാർ ആയിട്ടുണ്ട്. അതിനും ഈ പറയുന്നത് പോലെ നമുക്ക് മന്ത്രിസഭയുടെ അംഗീകാരം വേണ്ടി ഒന്ന് എബോവ് ആയതുകൊണ്ട്, പക്ഷേ അത് അംഗീകരിച്ചു. അവർ കരാർ വെച്ച് നമുക്ക് ആ പ്രവർത്തനം മുന്നോട്ട് പോകാൻ പാകമായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഊരാളുങ്കൽ തന്നെ ഈ 2 വർക്ക് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് പോലീസ് സ്റ്റേഷൻ മുതൽ മാർക്കറ്റ് വരെയുള്ള റോഡ് അടിയന്തരമായി പൂർത്തിയാക്കിക്കൊണ്ട് KSRTC ബസ്സുകൾ ഉൾപ്പെടെയുള്ളവർ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് കൊട്ടാരക്കരയിൽ നിന്ന് വരുന്ന ബസ്സുകളെ അതുവഴി നമുക്ക് തിരിച്ചു വിട്ടിട്ട് നമുക്ക് തിരിച്ച് പാലാങ്കോണം വഴി തന്നെ പോവുക എന്നുള്ള ഒരു നിലയാണ് അങ്ങനെ എടുക്കാൻ കഴിയുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് കൊട്ടാരക്കര ഭാഗത്തേക്ക് വരുന്നത് MC റോഡ് വഴി വരുന്ന വാഹനങ്ങൾ നമുക്ക് സമന്വയ നഗറിൽ നിന്ന് തിരിഞ്ഞ് ഈ പാകിസ്ഥാൻ മുക്കിൽ വന്ന് കയറി നമുക്ക് സൗകര്യപ്പെടുമെങ്കിൽ ഈ ഇന്നർ റിംഗ് റോഡ് വഴി അയക്കുക, അതല്ല എങ്കിൽ അതുവരെ നമുക്ക് കോട്ടുകുന്നത്ത് കയറി പോവുക എന്നുള്ള നിലയിലാണ് ട്രാഫിക് ഡൈവേർഷൻ സംബന്ധിച്ച് ആലോചിക്കുന്നത്. പോത്തങ്കോട് വഴി വരുന്ന വാഹനങ്ങളെ നമുക്ക് വേളാവൂർ തന്നെ നിന്ന് തിരിച്ച് നമുക്ക് ഈ റോഡ് വഴി തിരിച്ചു വിടാനും കഴിയും. അതിനാവശ്യമായ സൈൻ ബോർഡുകളെല്ലാം വെച്ച് അങ്ങനെ ക്രമീകരിക്കാനേ പറ്റുള്ളൂ. ഞങ്ങൾ ഊരാളുങ്കലിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്, KRPയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്, ഈ പണി നടക്കുന്ന സമയത്ത് 2 വീലറുകളും അത്യാവശ്യം 4 വീലറുകളും ഈ ജംഗ്ഷനിലും ഒക്കെ ടൗണിൽ വരേണ്ട 4 വീലറുകളും ഓൺ സൈഡിലൂടെയെങ്കിലും പോകാനുള്ള ഒരു
നിലയിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് അവർ അനുകൂലമായി ചിന്തിക്കാം എന്ന് അറിയിച്ചിട്ടുമുണ്ട്. പരമാവധി നാട്ടുകാരുടെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കി ഈ പ്രവർത്തനം പൂർത്തിയാക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ചില ആശങ്കകൾ, സ്വാഭാവികമായിട്ടും ആശങ്കകളുണ്ട്. ചിലത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുമൊക്കെ വരുന്ന വാർത്തകളുമുണ്ട്. രാഷ്ട്രീയ പ്രേരിതമായി ദുഷ്ടലാക്കോടുകൂടി വരുന്ന വാർത്തകളെ അവഗണിക്കുകയാണ്. എന്നാൽ ചില ആശങ്കകൾ വരുന്നുണ്ട്. കച്ചവടം കുറഞ്ഞു പോകും, ജംഗ്ഷൻ്റെ പ്രാധാന്യം പോകും എന്നുള്ളത് അതൊക്കെ അസ്ഥാനത്താണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ മേൽപ്പാലത്തിന് 400 മീറ്റർ, അപ്രോച്ച് റോഡ് ഉൾപ്പെടെയുള്ളതിൽ 500 മീറ്റർ വരുള്ളൂ. ആ 500 മീറ്റർ റോഡിലൂടെ വെഞ്ഞാറമൂട് ടൗണിൽ ടച്ച് ചെയ്യേണ്ട കാര്യമില്ലാത്ത വാഹനങ്ങൾ, ദീർഘദൂര വാഹനങ്ങൾ, കൊട്ടാരക്കരയ്ക്കും തിരുവനന്തപുരത്തേക്കും പോകുന്ന വാഹനങ്ങൾ ഇരു സൈഡിലൂടെ മേൽപ്പാലത്തിലൂടെ പോകും. മേൽപ്പാലത്തിൽ ഫുട്പാത്തില്ല, മേൽപ്പാലത്തിലൂടെ ആ വാഹനങ്ങൾക്ക് പോകാൻ കഴിയും. ബാക്കി വരുന്ന എല്ലാ വാഹനങ്ങളും, ഇപ്പോൾ KSRTC ബസ്സുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വാഹനങ്ങളും സർവീസ് റോഡ് ഓൺ വേ ആകും. സർവീസ് റോഡുകൾ വഴിയാണ് കടന്നു പോകാൻ വരുന്നത്. അപ്പോൾ അതിൻ്റെ ആവശ്യമായ സിഗ്നലും എല്ലാം വയ്ക്കും. അപ്പോൾ തിരക്ക് കുറയുകയും ചെയ്യും. കൂടുതൽ ആളുകൾക്ക് സർവീസ് റോഡുകളിലൂടെ വെഞ്ഞാറമൂടുമായി ബന്ധപ്പെട്ട് വരേണ്ട എല്ലാവർക്കും സർവീസ് റോഡുകൾ ആശ്രയിക്കുകയും ചെയ്യാം. അതുകൊണ്ട് വെഞ്ഞാറമൂടിലെ സാധ്യതകൾ വർദ്ധിക്കുകയല്ലാതെ ഇത് ഒരു കാരണവശാലും കുറയില്ല. ഈ മേൽപ്പാലം ഒന്ന് കടകളം മൂടുകയൊന്നുമില്ല. മേൽപ്പാലത്തിന് 10 മീറ്റർ വീതിയേ ഉള്ളൂ. ഏകദേശം റോഡിന് ഇപ്പോൾ തന്നെ 20 മീറ്റർ വീതിയുള്ള സ്ഥലങ്ങൾ ഉൾപ്പെടെ ഉണ്ട്. അപൂർവം ചില സ്ഥലങ്ങളിലാണ് വീതി കുറവ്. അവിടെയാണ് ലാൻഡ് അക്വിസിഷനിലൂടെ നമുക്ക് പരിഹാരം കാണാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ മേൽപ്പാലം പൂർത്തിയാകുന്നതോടുകൂടി നമ്മുടെ ഗതാഗത കുരുക്കിന് ശാശ്വതമായ പരിഹാരം കാണാൻ കഴിയും എന്നതാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ ഈ ഇന്നർ റിംഗ് റോഡുകൾ വരുന്നതോടുകൂടി നമുക്ക് ഇത് വൺ വേ സിസ്റ്റം, ഇപ്പോൾ ബസ് സ്റ്റാൻഡിലേക്ക് ഈ പറയുന്ന എല്ലാം ജംഗ്ഷനും വന്ന് തിരിയുന്ന എന്നതിനുപരി പോലീസ് സ്റ്റേഷൻ്റെ അതുവഴി തന്നെ വന്ന് കിഴക്കേ റോഡ് വഴി ബസ് സ്റ്റാൻഡിൽ കയറാനും അങ്ങനെ നമുക്ക് ട്രാഫിക് കാര്യത്തിൽ കുറേ കൂടി ക്രമീകരണങ്ങൾ വരുത്താനും ഉള്ള സാധ്യത വരികയാണ്. ഇതോടൊപ്പം തന്നെ പെരപ്പങ്കോട് വഴി അമ്പലമുക്ക് വരുന്ന പാരൽ റോഡ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത് എല്ലാവരും മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ ഏറെക്കുറെ ആളുകൾ അതിലേ പോകുന്നുണ്ട്. 800 മീറ്ററിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഈ പെരപ്പങ്കോട്ട് നിന്ന് വെഞ്ഞാറമൂട് ടച്ച് ചെയ്ത് അമ്പലമുക്കിൽ വരുന്നതും മറ്റേ റോഡ് വഴി പാരൽ റോഡ് വഴി പോകുന്നതും തമ്മിൽ ഒരു 800 മീറ്ററിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. നിങ്ങളൊന്ന് വണ്ടിയെ ഓടിച്ച് നോക്കിയാൽ അറിയാൻ കഴിയും. അപ്പോൾ വലിയ വ്യത്യാസമില്ല വാഹനങ്ങൾക്ക് യഥാർത്ഥത്തിൽ. നല്ല റോഡുമാണ്. ആ റോഡിൻ്റെ ഇപ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അന്ന് ആദ്യത്തെ കരാറുകാരൻ ഡ്രെയിനേജ് ഒന്നും നികത്തിയിട്ടില്ല, ഈ സ്ലാബ് ഇട്ടിട്ടില്ല. ഇപ്പോൾ സ്ലാബ് ഇടാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. 4000 സ്ലാബ് അല്ലേ, 4000 സ്ലാബോളം അതിന് തയ്യാറാക്കുമെന്നാണ് ഞാൻ കാണുന്നത്. അതിൻ്റെ കുറേ കൂടെ ക്ലാരിറ്റി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ തന്നെ അതിന്. അപ്പോൾ സ്ലാബുകൾ ഇടാനും പരിപാടി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഇരു സൈഡിലുമുള്ള കാടുകളും മറ്റുമൊക്കെ വൃത്തിയാക്കി സൈഡുകളും നമുക്ക് വൃത്തിയാക്കാൻ കഴിയും. അപ്പോൾ കുറച്ചുകൂടി സുഗമമായ ഗതാഗത സൗകര്യം ആ റോഡിലും നമുക്ക് ഒരുക്കാൻ കഴിയും. ഇതെല്ലാം കൂടി ആശ്രയിക്കുകയാണെങ്കിൽ വെഞ്ഞാറമൂടിൻ്റെ ഗതാഗത കുരുക്കിന് ശാശ്വതമായ പരിഹാരം കാണാൻ കഴിയുന്ന ഒരു ബൃഹത് പദ്ധതിയാണ്. നിങ്ങളിലൂടെ, നിങ്ങളുടെ സഹകരണം, നിങ്ങളിലൂടെ ജനങ്ങളെ ഈ വാർത്തകൾ അറിയിച്ച് ജനങ്ങളുടെ ആകെ ആശങ്കകൾ മാറ്റിക്കൊണ്ട് സഹകരിപ്പിക്കാൻ നിങ്ങൾ തയ്യാറാകണം. അങ്ങനെ നമ്മുടെ കൂട്ടായ പരിശ്രമത്തിലൂടെ ഈ മേൽപ്പാലം പൂർത്തിയാക്കണം. മേൽപ്പാലത്തിൻ്റെ കരാർ കാലാവധി എന്ന് പറഞ്ഞാൽ 2 വർഷമാണ്. അത് കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻ്റനൻസ് കാലാവധി എന്ന് പറഞ്ഞാൽ വീണ്ടും 5 വർഷമാണ്. അങ്ങനെ 5-2 7 വർഷം ഊരാളുങ്കലിൻ്റെ ഒരു നിയന്ത്രണവും സഹായവും ഈ മേൽപ്പാലത്തിൻ്റെ കാര്യത്തിലുണ്ടാകും. നമുക്ക് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി തരാം. ഊരാളുങ്കലിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ ചരിത്രം നോക്കിയാൽ അവർ വളരെ സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. പൂർത്തിയാക്കി തരാം എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ മേൽപ്പാലത്തിൻ്റെ ഭാഗമല്ല എങ്കിലും ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. കാരേറ്റ് പാലോട് വളരെ കാലത്തെ ഒരു പരാതിയും മറ്റുമൊക്കെ ഉയർത്തുന്നതാണ്, നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയതാണ്. അതും ഈ തോപ്പിൽ കൺസ്ട്രക്ഷൻ കരാറുകാരെ ടെർമിനേറ്റ് ചെയ്തു. അവരുടെ റിസ്ക് ആൻഡ് കോസ്റ്റ് റീ എസ്റ്റിമേറ്റ് തയ്യാറാക്കി. അത് ശ്രീധന്യ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ആ കരാറും എടുത്തിട്ടുള്ളത്. അതിനും ഈ പറയുന്നത് പോലെ തുടർന്ന് റദ്ദ് ചെയ്ത കരാർ കമ്പനിക്ക് പോലീസ് കേസും കോടതിയിൽ വ്യവഹാരത്തിനെല്ലാം പോകുന്നത് വന്നാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ വേണ്ടി അതിന് എല്ലാ തരത്തിലുള്ള അംഗീകാരം വേണ്ടി വന്നു. ഫിനാൻസ് കണ്ടു, ക്യാബിനറ്റ് അംഗീകരിക്കേണ്ടി വന്നു. അതെല്ലാം അംഗീകാരങ്ങളെല്ലാം പൂർത്തിയാക്കി. ഇക്കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി PWD മന്ത്രാലയം, പ്രത്യേകിച്ച് അതിൻ്റെ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് നൽകിയ സഹായം വളരെ വളരെ വലുതാണ്. ഏത് സന്ദർഭത്തിലും അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ഇക്കാര്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടുകൂടിയാണ് നമുക്ക് ഈ പാലം ഇപ്പോൾ നിർമ്മാണത്തിലേക്ക് കടക്കാൻ കഴിയുന്നതും ഇത് യാഥാർത്ഥ്യമാകാൻ പോകുന്നതും എന്ന വിവരം കൂടി അഭിമാനത്തോടെയും സന്തോഷത്തോടെയും കൂടി നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.